ആഗോളതലത്തിൽ പല ലോകരാഷ്ട്രങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ നടമാടുകയാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും അധീനതയ്ക്ക് വേണ്ടിയും യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് വളർന്നുവരുന്ന തലമുറയാണ്. യുക്രൈൻ റഷ്യയിലാകട്ടെ, ഇസ്രയേൽ ഗാസയിലാകട്ടെ, ചുറുചുറുക്കുള്ള ഒരു യുവതലമുറ അവിടെ ഇനി ഉണ്ടാകില്ല. ഭാവിയെക്കുറിച്ച് ഓർക്കാൻ മറന്നുപോയൊരു തലമുറയാകും ഇനി യുദ്ധഭൂമിയിൽ അവശേഷിക്കുക. യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ രാജ്യങ്ങളിലെ കുട്ടികളെയും സ്ത്രീകളെയുമാണ്. അതിന്റെ ഏറ്റവും യാഥാർത്ഥ്യമായ ഉദാഹരണമാണ് സിറിയയിലെ സ്ത്രീകൾ നേരിടുന്നത്. ഒരു ദശകത്തിലേറെയായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ സിറിയയിൽ വിമത വിഭാഗം അധികാരം പിടിച്ചെടുത്തുവെങ്കിലും രാജ്യത്ത് അസ്ഥിരത തുടരുകയാണ്. നിയമങ്ങളോ നിയന്ത്രണങ്ങളോ നിലനിൽക്കാത്ത ഇത്തരം അന്തരീക്ഷം ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് സിറിയയിലെ സ്ത്രീകളെയാണ്. ലിംഗാധിഷ്ഠിതമായ ആക്രമണങ്ങളും ചൂഷണങ്ങളും നേരിടേണ്ടി വരുന്നതിന് പുറമെ സംരക്ഷണമോ ആശ്രയിക്കാൻ നിയമ സംവിധാനങ്ങളോ ഇല്ലാത്ത അവസ്ഥ ഇവരുടെ ഭാവി തുലാസിലാക്കുന്നുണ്ട്. കസ്റ്റഡിയിലിരിക്കുന്ന കാലത്ത് അതിഭീകരമായ പീഡനങ്ങൾക്ക് വിധേയരായ സ്ത്രീകളുടെ കണക്കുകളും ഏറെയാണ്. ലൈംഗിക പീഡനം നേരിടാനുള്ള സാധ്യത സിറിയയിലെ ഭൂരിഭാഗം സ്ത്രീകളും ദിനംപ്രതി അനുഭവിക്കുന്നുവെന്നത് എത്രത്തോളം അപകടകരമാണ് ഇവരുടെ ജീവിതമെന്ന് വെളിവാക്കുന്നു. ഈ സാഹചര്യത്തിൽ ജീവൻ പിടിച്ചു നിർത്തി അതിജീവിക്കാനായാലും ഇരകൾക്കും കുടുംബാംഗങ്ങൾക്കും ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള രാജ്യാന്തര ദിനത്തോടനുബന്ധിച്ച് സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. സംഘർഷം നിലനിൽക്കുന്ന 13 വർഷങ്ങളായി ഇവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന വ്യാപക ആക്രമണങ്ങളുടെ വ്യാപ്തി എടുത്തു കാണിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. സ്ത്രീകളെ ലക്ഷ്യമാക്കിയുള്ള കൊലപാതകങ്ങളുടെ ഭീകരമായ പാറ്റേൺ നിലനിൽക്കുന്നുണ്ടെന്നും അതിന് ഇരകളായി ജീവൻ നഷ്ടപ്പെട്ടവർ നിരവധിയാണെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഏകപക്ഷീയമായ അറസ്റ്റുകളും നിർബന്ധിതമായ തിരോധാനങ്ങളുമെല്ലാം വ്യാപകമാണ്. ആയിരക്കണക്കിന് സ്ത്രീകളാണ് എന്തെന്നോ എവിടെയെന്നോ കണ്ടെത്താനാവാത്ത വിധത്തിൽ അപ്രത്യക്ഷമായത്. ഇതിന്റെ വേദനയിൽ നിന്നും കരകയറാതെ ജീവിക്കുന്ന 10,000-കണക്കിന് കുടുംബാംഗങ്ങളെയും അവിടെ കാണാം. 2011 സംഘർഷം ആരംഭിച്ചതിന് ശേഷം 11,268 സ്ത്രീകൾ തടവിലാക്കപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. പീഡനം മൂലം ജീവൻ നഷ്ടപ്പെട്ടത് 117 സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്കെതിരായ ആയിരക്കണക്കിന് ലൈംഗിക അതിക്രമങ്ങളുടെ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2024 പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമായത്. ഈ കാലത്ത് കുടിയിറക്കപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങളിൽ 80% സ്ത്രീകളും കുട്ടികളുമാണ് ഉൾപ്പെടുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക സംഘടനകളും ധനസഹായം ലഭിക്കുന്നതിലെ തടസ്സങ്ങളും ഇതിനോടകം ദുർബലരായ ജനവിഭാഗത്തിന്റെ ദുരവസ്ഥ കൂടുതൽ മോശമാക്കുന്നു. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരിലും ഏറിയ പങ്കും സ്ത്രീകൾ തന്നെയാണ്. ലോകത്ത് നടക്കുന്ന മറ്റ് സംഘർഷങ്ങളിലേക്ക് രാജ്യാന്തര തലത്തിലുള്ള ശ്രദ്ധ വഴിമാറിപ്പോയതോടെ സിറിയയിലെ സ്ത്രീകളുടെ ജീവിതം ഏതു നിമിഷവും അക്രമമോ പീഡനമോ നേരിട്ടേക്കാമെന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടപ്പെട്ടു. ബാഷർ അസദ് രാജ്യം വിട്ടതോടെ അധികാരത്തിനായി മത്സരിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളും സംഘർഷങ്ങളും ദിനംപ്രതി ശക്തമായേക്കും. അക്രമങ്ങളും കുടിയൊഴിപ്പിക്കലും വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇനി ഇവിടുത്തെ ജനങ്ങളെ കാത്തിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ നിന്നുള്ള ഇടപെടലുകളോ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താനുള്ള നടപടികളോ ഉണ്ടാകാത്ത പക്ഷം ആശ്രയിക്കാൻ യാതൊരു സംവിധാനങ്ങളും ഒന്നുമില്ലാതെ അടുത്ത നിമിഷം അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ച് കഴിയുകയാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല.